പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ക്രിസ്തുവിലുള്ള സഹോദരങ്ങളെ, ഈ അനുഗ്രഹീതമായ സായാഹ്നത്തിൽ നാം ദൈവസന്നിധിയിൽ നിശബ്ദരാകാം. ഇന്നത്തെ തിരക്കുകളും നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ പ്രതീക്ഷകളും എല്ലാം കർത്താവിൻ്റെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ജീവിക്കുന്ന വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ഇന്നത്തെ നമ്മുടെ ധ്യാനവാക്യം: നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്തു യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 22-ാം വാക്യമാണ് ഇത്. ഈ വചനം ഒരു വാഗ്ദാനമാണ്. കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹപൂർണമായ ഒരു ക്ഷണമാണ്. എന്നാൽ ഈ വചനത്തിൻ്റെ കേന്ദ്രബിന്ദു വിശ്വാസം എന്ന വാക്കാണ്. പ്രാർത്ഥന വെറും വാക്കുകളുടെ ഒരു കൂട്ടമല്ല, അതൊരു ബന്ധമാണ്. പിതാവിനോടുള്ള മകന്റെ സംഭാഷണമാണ്. മാതാവിൻ്റെ മടിയിൽ തല ചായിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ വിശ്വാസമാണ് അത്. പലപ്പോഴും നാം പ്രാർത്ഥിക്കുന്നു, എന്നാൽ മനസ്സിൽ സംശയവും ഭയവും നിറഞ്ഞിരിക്കുന്നു. ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമോ എന്ന സംശയം, എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകുമോ എന്ന സംശയം, എൻ്റെ കണ്ണുനീർ ദൈവം കാണുന്നുണ്ടോ എന്ന സംശയം. ഈ സംശയങ്ങൾക്ക് ഇന്നത്തെ ഈ തിരുവചനം നമ്മോട് മറുപടി പറയുന്നു. വിശ്വാസം കൊണ്ട് പ്രാർത്ഥിക്കൂ. കാരണം നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. അവിടെ നിന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നും രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്. അവിടെ നിന്നും തകർന്ന കുടുംബങ്ങളെ ഒന്നിപ്പിക്കുന്നുണ്ട്. അവിടെ നിന്നും കണ്ണുനീർ തുടയ്ക്കുന്നുണ്ട്. സഹോദരങ്ങളെ, വിശ്വാസം എന്നത് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കണമെന്ന ഉറപ്പല്ല. ദൈവം ഏറ്റവും നല്ലത് അറിയുന്ന പിതാവാണെന്ന ഒരു ഉറച്ച ബോധ്യമാണ് വിശ്വാസം. ചിലപ്പോൾ നാം ചോദിക്കുന്നതിനേക്കാൾ വലിയ അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്നത്. ചിലപ്പോൾ നാം ആഗ്രഹിക്കുന്ന സമയത്തല്ല, ദൈവത്തിൻ്റെ പൂർണ്ണ സമയത്താണ് ഉത്തരമെത്തുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശ്വാസമുള്ള പ്രാർത്ഥന ക്ഷമയോടുകൂടിയ പ്രാർത്ഥനയാകുന്നത്. ഇന്നൊരു പക്ഷേ നിങ്ങൾ ഒരു രോഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവാം, ഒരു തൊഴിൽ ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നുണ്ടാവാം, മക്കളുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടി കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളാകാം നിങ്ങൾ. കുടുംബ സമാധാനത്തിനു വേണ്ടി അപേക്ഷിക്കുന്നവരാകാം. ഇന്നത്തെ വചനം നിങ്ങളോട് പറയുന്നു, വിശ്വാസം കൈവിടരുത്. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. അവിടുന്ന് നിങ്ങളുടെ കണ്ണുനീർ എണ്ണുന്നുണ്ട്. ഒരു പ്രാർത്ഥന പോലും വെറുതെയാകുന്നില്ല. ഒരു പക്ഷേ ഉത്തരത്തിന് ഒരൽപ്പം താമസമുണ്ടാകാം. എന്നാൽ ദൈവത്തിൻ്റെ നിശബ്ദത ഒരിക്കലും അവിടുത്തെ അഭാവം കൊണ്ടല്ല, അവിടുന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയ ദൈവമേ, കാണുവാൻ കഴിയാത്ത വഴികളിൽ, നിനക്ക് കേൾക്കുവാൻ കഴിയാത്ത ശബ്ദങ്ങളിൽ, നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്തുള്ളൊരു രീതിയിൽ ദൈവം എനിക്കും നിനക്കും വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പ്രിയ ദൈവമൈതലേ, യേശു തമ്പുരാൻ നമ്മെ പഠിപ്പിച്ചത് പ്രാർത്ഥനയുടെ ശക്തി മാത്രമല്ല, വിശ്വാസത്തിൻ്റെ ശക്തിയുമാണ്. മലകൾ പോലും മാറ്റുവാൻ കഴിയുന്നൊരു വിശ്വാസം, നിരാശയെ പ്രത്യാശയാക്കി മാറ്റുവാൻ കഴിയുന്ന വിശ്വാസം, ഭയത്തെ സമാധാനമാക്കി മാറ്റുവാൻ കഴിയുന്ന വിശ്വാസം, മരണത്തെ പോലും ജീവിതമാക്കി മാറ്റുന്ന ഒരു വിശ്വാസം. ഈ സന്ധ്യയിൽ നമുക്ക് നമ്മുടെ ഹൃദയം ഒന്ന് പരിശോധിക്കാം. എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ വെറും പതിവ് പോലെയുള്ള ഒരു പ്രാർത്ഥന മാത്രമാണോ എൻ്റെ ജീവിതത്തിലുള്ളത്? ദൈവം ഇന്ന് നമ്മെ വീണ്ടും വിളിക്കുന്നു. പ്രിയ ദൈവമക്കളെ, എന്നിൽ ആശ്രയിക്കൂ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സഹോദരങ്ങളെ, പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഫലം ചിലപ്പോൾ നാം ചോദിച്ച കാര്യം ലഭിക്കുന്നതല്ല, മറിച്ച് ദൈവത്തെ കൂടുതൽ കൂടുതൽ നാം അടുത്തറിയുക എന്നതാണ്. കാരണം പ്രാർത്ഥന മനുഷ്യനെ മാറ്റുന്നു.
അത് ഹൃദയത്തെ മാറ്റുന്നു, അത് ജീവിതത്തെ മാറ്റുന്നു, അത് കുടുംബത്തെ മാറ്റുന്നു. ഇന്നീ നിമിഷം വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ വിശ്വാസം ബലപ്പെടുത്തണമേ, എൻ്റെ സംശയങ്ങളെ അകറ്റണമേ, ഭയത്തിനു പകരം അടിയങ്ങൾക്ക് സമാധാനം നൽകണമേ, രോഗികൾക്ക് സൗഖ്യം നൽകണമേ, തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തമ്പുരാനെ അവിടുന്ന് അനുഗ്രഹങ്ങളെ നൽകണമേ, വിദ്യാർത്ഥികൾക്ക് ജ്ഞാനം നൽകണമേ, തകരുന്ന കുടുംബങ്ങളെ തമ്പുരാനെ അവിടുന്ന് ഒന്നിപ്പിക്കണമേ, ഒറ്റപ്പെട്ടവരെ ആശ്വസിപ്പിക്കണമേ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ ഹൃദയത്തെയും തമ്പുരാനെ അവിടുന്ന് സ്പർശിക്കണമേ. നിന്റെ വിശുദ്ധഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ. ഈ രാത്രിയിൽ ഞങ്ങളുടെ കുടുംബവും നിന്റെ തിരുരക്തത്താൽ സംരക്ഷിക്കപ്പെടണമേ. അവസാനമായി നമുക്ക് വിശ്വാസത്തോടെ ഏറ്റുപറയാം, കർത്താവേ, ഞാൻ ചോദിച്ചതിനേക്കാൾ നല്ലത് അങ്ങ് എനിക്കായി ഒരുക്കിയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രാർത്ഥനകൾ അങ്ങയുടെ സന്നിധിയിൽ വെറുതെയാകുകയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ സമയം ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിശ്വാസം നമ്മുടെ ജീവിതത്തെ നയിക്കട്ടെ. ഈ പ്രത്യാശ നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കട്ടെ. ഈ പ്രാർത്ഥന നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ മധ്യസ്ഥവും സകല വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി.